പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധഭീതിയിലാക്കി ഇസ്രയേൽ അമേരിക്കൻ സഖ്യം. ഇറാനിൽ ശക്തമായ ആക്രമണം തുടരുന്നു. ഇറാൻ US ആണവ ഉടമ്പടി ചർച്ചകൾ തുടരുന്നതിനിടയിലാണ് ഇസ്രായേലിന്റെ ആക്രമണം. ടെഹ്റാന് സമീപം ഭരണ പ്രതിരോധ മേഖലകൾ ലക്ഷ്യമിട്ടായിരുന്നു വ്യോമാക്രമണം. ഇറാനിലെ 2 സ്കൂളുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. 87 കുട്ടികൾ കൊല്ലപ്പെട്ടു. ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾ ഇറാൻ ആക്രമിച്ചു. ജനങ്ങളോട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ നിർദ്ദേശം നൽകി ബഹ്റിൻ. ഖത്തറിൽ എയർബേസുകൾ ലക്ഷ്യം വെച്ചുള്ള മിസൈലുകൾ തടഞ്ഞുവെന്ന് റിപ്പോർട്ട്. കുവൈറ്റിലും ശക്തമായ മുൻകരുതലാണ് നൽകിയിട്ടുള്ളത്. സംഘർഷം നീങ്ങുന്നത് എവിടേക്കെന്നുള്ള ചോദ്യം ഉയരുന്നു. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അഖില കൃഷ്ണൻ ചേരുകയാണ്. അഖില, ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതോടെ ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നു. ആശങ്ക അവസാനിക്കുന്നില്ല. മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാരായ പ്രവാസികൾ അവിടെയുണ്ട്. നമുക്കറിയാവുന്ന പോലെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ആശങ്കയിലാണല്ലോ അഖില. അശ്വതി, തീർച്ചയായും. അതായത് ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി ഇറാനെ ആക്രമിക്കുന്നു. അതിന് ഇറാൻ തിരിച്ചടി നൽകുന്നു. ഇറാൻ തിരിച്ചടി നൽകുമ്പോൾ ഉണ്ടായ ഒരു പ്രശ്നം എന്നുള്ളത് US സൈനിക താവളങ്ങൾ ലക്ഷ്യം വെച്ചാണ് ഇറാൻ ആക്രമണം നടത്തിയത്. അത് പ്രധാനമായും ഉള്ളത് ഗൾഫ് മേഖലയിലാണ്. ആ മേഖലയിലേക്ക് ആക്രമണം നടത്തുമ്പോൾ സ്വാഭാവികമായും നമുക്കതിൽ കാര്യമായ ആശങ്കയുണ്ട്. കാരണം 90 ലക്ഷത്തിലധികം നമ്മുടെ ആളുകൾ അവിടെ പല ഇടത്തായി ജോലി ചെയ്യുന്നുണ്ട്. 13 ഇടങ്ങളിൽ ആക്രമണം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. UAE, കുവൈറ്റ് അടക്കമുള്ള ഇടങ്ങളിലൊക്കെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഈ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഭവങ്ങളിൽ. പ്രധാനമായും ഇതൊരു സംഘർഷം എന്നത് ഇപ്പോൾ ഒരു യുദ്ധസമാനമായ സാഹചര്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടി തിരിച്ചടി എന്നുള്ള തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. ഒപ്പം തന്നെ ഹിസ്ബുള്ള, ഹൂതികൾ അടക്കമുള്ള ഇറാൻ അനുകൂല സംഘടനകൾ കൂടി ഇതിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ട്. ചില കടലിലടക്കം ചില ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഹൂതി വിമതർ അത് നടത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അവസാനിക്കാനുള്ള ഒരു സാധ്യതയല്ല നിലവിൽ ഉള്ളത്. വലിയ ഒരു പ്രശ്നം ഇതിനുണ്ട്. ഇറാന്റെ ഈ ഭരണം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഒപ്പം തന്നെ ഇറാൻ ഒരു തരത്തിലും ആണവായുധങ്ങൾ കൈവശം വയ്ക്കാൻ പാടില്ല എന്നുള്ള ആവശ്യമാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും അമേരിക്ക തയ്യാറല്ല. പക്ഷേ രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെ ഉണ്ടായ ആക്രമണമാണ് എന്ന് ഇറാൻ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇറാനും പിന്നോട്ട് പോകാൻ തയ്യാറല്ല. ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കം ഉപയോഗിച്ച് തിരിച്ച് ആക്രമിക്കുന്ന സാഹചര്യം ഇസ്രായേലിന് മുന്നിൽ പക്ഷേ ഇന്നുണ്ടായത് ഏറ്റവും ഒരു തരത്തിലും ഇസ്രായേലിനെയും ഇറാനെയും നമുക്ക് പിന്തുണയ്ക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഇസ്രായേലിൽ നിന്ന് ഇന്നുണ്ടായത് വളരെ വേദനാജനകമായ ഒരു സംഭവമാണ്. ഇറാനിലേക്ക് നടത്തിയ ആ ആക്രമണത്തിൽ 2 സ്കൂളുകൾക്കാണ് തകരാറുണ്ടായത്. ആ സ്കൂളുകളിൽ ഒരു സ്കൂളിലെ 85 കുട്ടികളാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളത് വളരെ വേദനാജനകമായ സംഭവമാണ്. മറ്റൊരു സ്കൂളിൽ ഉണ്ടായ ആക്രമണത്തിൽ 2 കുട്ടികളും കൊല്ലപ്പെട്ടു. ടെഹ്റാനിലുണ്ടായ സ്കൂളിലുണ്ടായ ആക്രമണത്തിൽ 2 കുട്ടികൾ കൊല്ലപ്പെട്ടു. മിനാബിലാണ് 85 കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിന് ഇനി അങ്ങോട്ടുള്ള എല്ലാ കാലത്തും രാജ്യത്തിന് വലിയ കളങ്കമായി ആ കുഞ്ഞുങ്ങൾക്കെതിരായുള്ള കൊലപാതകം ഉണ്ട്. അതൊരു കൊലപാതകമാണ് എന്നുള്ള തരത്തിലാണ് ഇറാൻ പറയുന്നത്. അങ്ങനെ ആ കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള ആ ആക്രമണം എല്ലാ കാലത്തും ഇസ്രായേലിന്റെ ചരിത്രം മുഴുവൻ ഇനി അതൊരു തീരാ കളങ്കമായി ഉണ്ടാകും എന്നുള്ളതിൽ സംശയം വേണ്ട. ആ കുഞ്ഞുങ്ങളുടെ ജീവനുള്ള മറുപടി ഉറപ്പായും നൽകും എന്നുകൂടി ഇറാൻ പറയുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു അവസാനം ഉണ്ടാവുകയല്ല, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം സമാധാന ചർച്ചകളൊക്കെ പലയിടത്തും നടക്കുന്നുണ്ട്. ഒമാൻ അടക്കമുള്ള രാജ്യങ്ങൾ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ അണിയറയിൽ നടത്തുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. വലിയ ആഗോള സമ്മർദ്ദം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. കാരണം ഈ ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിൽ വലിയ തരത്തിലുള്ള സാമ്പത്തിക നഷ്ടം എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടാകുന്നുണ്ട്. എണ്ണവിലയിൽ കാര്യമായ വർധനവുണ്ടാകുന്നു. ഒപ്പം തന്നെ ഈ വ്യോമ മേഖല പൂർണ്ണമായും തകരാറിലായ നിലയിലാണ് പോകുന്നത്. കാരണം ഇറാനും ഇസ്രായേലും അടക്കം വ്യോമപാത അടച്ചിട്ടുണ്ട്. ഇസ്രായേലിൽ അടിയന്തരാവസ്ഥയാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ വ്യോമയാന മേഖല പൂർണ്ണമായും തകരാറിലായി. അതുണ്ടാക്കുന്ന നാശനഷ്ടം ചെറുതല്ല. വലിയ ആശങ്ക ആ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം എല്ലാ രാജ്യങ്ങളെയും, ലോകരാജ്യങ്ങളെ മുഴുവൻ ഇത് വലിയ തോതിൽ ഒരു സമ്മർദ്ദത്തിലാക്കാനുള്ളൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആഗോള സമ്മർദ്ദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചില ഇടപെടലുകൾ ഇതുമായി നടത്തുന്നുണ്ട്. വെറും ഒരു ആക്രമണം മാത്രമല്ല, വലിയ പ്രശ്നമായാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. UN സുരക്ഷാ കൗൺസിൽ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് ചേരാനുള്ള ഒരു തീരുമാനം വന്നിട്ടുണ്ട്. ഫ്രാൻസും ഇറാനും അടക്കമുള്ള രാജ്യങ്ങൾ UN സുരക്ഷാ കൗൺസിൽ ചേരണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 2:30 UN സുരക്ഷാ സമിതി ചേരും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ സുരക്ഷാ സമിതി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും ഏത് തരത്തിലാണ് ഇതിനോട് പ്രതികരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് അമേരിക്ക എങ്ങനെയാണ് ഈ സുരക്ഷാ സമിതി യോഗത്തിൻ്റെ കാര്യങ്ങളിൽ പ്രതികരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായി വരികയാണ്. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങൾ തങ്ങളുടെ പരമാധികാരത്തിന് നേരെയാണ് എന്ന് ഇറാൻ പറഞ്ഞുകൊണ്ടാണ് ഈ സുരക്ഷാ സമിതി യോഗം വിളിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. റഷ്യ, ചൈന, ഫ്രാൻസ്, കൊളംബിയ അടക്കമുള്ള രാജ്യങ്ങൾ
രാജ്യങ്ങൾ ഈ യോഗത്തിന് വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാൻ ഒരു കത്ത് തന്നെ UN രക്ഷാസമിതിയിലേക്ക് അയച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത്. ആന്റോണിയോ ഗുട്ടറസിന് അടക്കം ഇറാൻ അത്തരത്തിലൊരു കത്ത് നൽകിയിട്ടുണ്ട്. അവരുടെ പരമാധികാരത്തിന് മേൽ നടന്ന ഈ അതിക്രമത്തിനെതിരെയുള്ള ഒരു ചർച്ച വേണം എന്നുള്ളത്. പ്രധാനമായും ഈ സൈനിക നടപടികൾ അവസാനിപ്പിക്കുക എന്നത് തന്നെയായിരിക്കും ഈ സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ ഉയർന്നു വരുന്ന പ്രധാന ആവശ്യം. പക്ഷേ അത് എങ്ങനെ ഇസ്രായേലും അമേരിക്കയും അതിനെ പിന്തുണയ്ക്കുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. അമേരിക്ക ഒരു ഘട്ടത്തിലും അത് പിന്തുണയ്ക്കാനുള്ള ഒരു സാഹചര്യം നിലവിൽ നമ്മൾ കാണുന്നില്ല. സുരക്ഷാ സമിതി യോഗം ആവശ്യപ്പെട്ടാലൊന്നും അമേരിക്ക അത്തരത്തിൽ നടപടികൾ സ്വീകരിക്കാനുള്ള ഒരു സാധ്യതയല്ല കാണുന്നത്. മറ്റ് യുദ്ധമേഖല മറ്റ് രാജ്യങ്ങളിലേക്ക് പടരാതിരിക്കാനുള്ള നടപടികൾ വേണമെന്നുള്ള ആവശ്യവും സ്വാഭാവികമായും യോഗത്തിൽ ഉയർന്നു വരും. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ ഇപ്പം വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ പരമാധികാരത്തെ കുറിച്ച് വളരെ ആശങ്കയുള്ളവരാണ്. ഒപ്പം തന്നെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അതിനെതിരെയുള്ള ചർച്ചകൾ സ്വാഭാവികമായും ഉണ്ടാകും. ഒപ്പം സമാധാന ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന ആവശ്യം നേരത്തെ ഈ ആണവ ആയുധ കൈവശമൊക്കെ ആയി ബന്ധപ്പെട്ട് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ 3 വട്ടം ചർച്ച നടന്നതാണ്. ആ ചർച്ച പിന്നീട് ഒരു ഘട്ടത്തിലും ആ ചർച്ചകൾ വിജയിക്കാത്ത സാഹചര്യത്തിലാണ് ഈ യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങിയത്. ഇനി തിങ്കളാഴ്ച വീണ്ടും അവിടെ ഒരു ചർച്ച നടക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തരത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു നിലപാടുണ്ടോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉയരുന്നുണ്ട്. ഈ ഹോർമൂസ് കടലിടുക്കിലടക്കം ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് സ്വാഭാവികമായും ചരക്ക് നീക്കത്തെ വലിയ തോതിൽ ബാധിക്കാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. അത് എല്ലാ രാജ്യങ്ങളെയും, അതായത് ഈ ഹോർമൂസ് കടലിടുക്ക് വഴി ചരക്ക് നീക്കത്തെ ആശ്രയിക്കുന്ന എല്ലാ രാജ്യങ്ങളെയും അത് ബാധിക്കാൻ പോവുകയാണ്. അതുതന്നെയാണ് എണ്ണ വിലയിൽ വലിയ വർധനവ്, $120 കാര്യങ്ങൾ നീങ്ങാനുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ ഈ നിരീക്ഷകർ പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്കൂളുകളടക്കം ഏറ്റവും തന്ത്രപ്രധാന മേഖലകൾ ആക്രമിക്കുന്നത് വലിയ പ്രതിസന്ധിയായി മാറുന്നുണ്ട്. ആയത്തുള്ള അലി ഖമേനിയുടെ കൊട്ടാരം, അതായത് വസതി എന്നതിനപ്പുറം കൊട്ടാരം തന്നെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആയത്തുള്ള അലി ഖമേനി പക്ഷേ സുരക്ഷിതനാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നേരത്തെ തന്നെ രഹസ്യ കേന്ദ്രത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റി എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം സുരക്ഷിതനാണ് എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഇറാന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും ഈ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇനി ഏതായാലും എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്ന് നടക്കാൻ പോകുന്ന UN സുരക്ഷാ സമിതി യോഗത്തിലേക്കാണ്. ആ യോഗത്തിൽ എന്ത് നിലപാട് രാജ്യങ്ങൾ എടുക്കും എന്നുള്ളതാണ് പ്രധാനം. റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഈ യുദ്ധ സമാനമായ സാഹചര്യത്തെ അപലപിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ആളുകളുടെ ജീവൻ, അവരുടെ സ്വത്ത് എല്ലാം സംരക്ഷിക്കേണ്ട ബാധ്യത സ്വാഭാവികമായും ഓരോ ഭരണകൂടങ്ങൾക്കും ഉണ്ട്. എല്ലാവരും അവരവരുടെ പൗരന്മാർക്ക് ആവശ്യമായ മുൻകരുതലുകൾ നൽകുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യോമപാത ഇസ്രായേലും ഇറാനും വ്യോമപാത അടച്ച് കൂടുതൽ സുരക്ഷിതമായ സംവിധാനങ്ങൾ ഒരുക്കുകയാണ്. പക്ഷേ അതൊന്നും ഈ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് പോക്കിനെ, അതായത് ഈ യുദ്ധത്തെ അവസാനിപ്പിക്കേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള ഒരു സാധ്യതയില്ല. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ വേണം എന്നുള്ള ആവശ്യമാണ് പല രാജ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ ഈ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ എത്രത്തോളം അത്തരത്തിലൊരു സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നുള്ള ചോദ്യം ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 87 കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. പക്ഷേ 87 കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നതിനോടൊപ്പം ഏകദേശം ഇത്ര തന്നെ കുട്ടികൾ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ പരിക്ക് വളരെ ഗുരുതരമാണ്. അഖില സൂചിപ്പിച്ച പോലെ തന്നെ ലോകരാഷ്ട്രങ്ങൾ അടക്കം ഉറ്റുനോക്കുന്നത് അമേരിക്കയിലേക്കാണ്. അപ്പോൾ ഇറാന്റെ മറുപടി ഇങ്ങനെയാണ്: നിങ്ങൾ തുടങ്ങിയത് ഞങ്ങൾ അവസാനിപ്പിക്കുക ഇല്ല എന്നതാണ് ഇറാന്റെ മറുപടി. അപ്പോഴും ഉയരുന്ന ആശങ്ക സമാധാനം പുലരുമോ, സമാധാനത്തിന് എന്തെങ്കിലും വഴിയുണ്ടോ എന്നത് തന്നെയാണ്. ഒപ്പം ഇസ്രായേലിൻ്റെ ഒപ്പം നിൽക്കുന്ന അമേരിക്കയുടെ നിലപാടും നിർണായകമാണ്. ഇന്ത്യ, റഷ്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ സ്വീകരിക്കുന്ന സമീപനം. തിങ്കളാഴ്ച ചർച്ചകളെന്ന റിപ്പോർട്ടുകൾ വരുന്നു. ഇന്ന് പുലർച്ചെ UN രക്ഷാസമിതി യോഗങ്ങളൊക്കെ ചേരാനിരിക്കുന്നു. എന്തെങ്കിലും സമാധാനം കാണാൻ സാധിക്കുമോ എന്നത് തന്നെയാണ് ചോദ്യം. അശ്വതി, അത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. കാരണം ഈ UN സുരക്ഷാ സമിതി യോഗത്തിൽ നിന്ന് അനുകൂലമായ ഒരു നിലപാട്, അല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ആശ്വാസ്യമായ ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം അമേരിക്കയുടെ നിലപാട് അവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. UN സുരക്ഷാ സമിതി യോഗം ചേർന്നതുകൊണ്ടൊന്നും ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്താൻ കഴിയുമെന്നതിനപ്പുറത്തേക്ക് ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള ഒരു സാധ്യത നിലവിലില്ല. ഡൊണാൾഡ് ട്രംപ് ആദ്യം മുതൽ വ്യക്തമാക്കിയതാണ് ഇറാനെ പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപിന് മുന്നിലുള്ള പ്രധാന കാര്യം. ആണവായുധം കൈവശം വെക്കാൻ ഇറാനെ ഒരു തരത്തിലും സമ്മതിക്കില്ല എന്നുള്ളത് ആദ്യം മുതൽ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നതാണ്. ഇന്ന് ഈ
രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ പോലും ട്രംപ് പറഞ്ഞത് അത് തന്നെയാണ്. ആണവായുധം കൈവശം വയ്ക്കാൻ ഇറാനെ അനുവദിക്കില്ല, അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളതാണ്. അതേ കാര്യം തന്നെയാണ് ഇറാന്റെ ഈ ഭരണകൂടം മാറണം എന്നുള്ള ഒരു ആവശ്യം, അതായത് ഈ ഭരണം മാറുക എന്നുള്ളത് തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലപാട് അങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത. അതേസമയം ഇറാനെ സംബന്ധിച്ച് 87 കുഞ്ഞുങ്ങളുടെ ജീവനും മറുപടി പറയും എന്ന് പറയുമ്പോൾ പല ആയുധങ്ങളും പഴയ ആയുധങ്ങൾ കൊണ്ടുള്ള ആക്രമണമാണ് കണ്ടത്. ഇനി പുതിയ ആയുധങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ആശങ്കയോടെ കാണേണ്ടതാണ്. ഒന്നാമത് ഈ പശ്ചിമേഷ്യയിൽ സംഘർഷം നിലനിൽക്കുന്ന സ്വാഭാവികമായും ഇറാൻ ആക്രമിക്കാൻ കഴിയുന്നത് ഗൾഫ് രാജ്യങ്ങളെയാണ് കൂടുതൽ. ആ ഗൾഫ് മേഖല എന്ന് പറയുന്നത് ഇന്ത്യക്കാരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രവാസികൾ നമ്മുടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളതും ആ മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മളെ വളരെ തരത്തിൽ ബാധിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കപ്പലുകൾ പിടിച്ചെടുത്തുകൊണ്ടുള്ള നടപടികളൊക്കെ മുന്നോട്ട് പോവുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ പറഞ്ഞത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട ചരക്ക് കപ്പലുകൾ ഇറാൻ പിടിച്ചെടുത്തു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഒപ്പം ഈ കടലിടുക്കിലെ ഇറാന്റെ സമുദ്ര മൈനുകൾ അമേരിക്ക നിക്ഷേപിച്ചതായി അമേരിക്കൻ നാവികസേന ആരോപിക്കുന്നുണ്ട്. വാണിജ്യ കപ്പലുകളുടെ സഞ്ചാരം പൂർണ്ണമായും തടസ്സപ്പെടുത്താനാണ് ഈ നടപടി എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൂതികളുടെ ഇടപെടൽ ഉണ്ട്. ഇറാന്റെ പിന്തുണയുള്ള യമനിലെ ഹൂതി വിമതർ ഇസ്രായേൽ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ചില ഡ്രോണുകളും മിസൈലുകളും പ്രയോഗിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതിന് മറുപടിയായി US നേവിയുടെ 5ാം പടക്കപ്പൽ ചെങ്കടലിൽ നിന്ന് ഇറാന്റെ തീരദേശ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നേരെയും മിസൈലുകൾ തൊടുത്തുവിട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ വരെയാണ്. അതായത് വ്യോമമാർഗം, കര, വ്യോമ, നാവിക മേഖല, അതായത് എല്ലായിടത്തും പൂർണ്ണമായും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ്. വ്യോമാക്രമണമായിരുന്നു ആദ്യമെങ്കിൽ പിന്നീട് അത് കരയിലേക്ക്, അതായത് മിസൈൽ ആക്രമണത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇപ്പോൾ അത് കടലിൽ കൂടി ആക്രമണം കൊണ്ടുവരികയാണ്.